ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലായിരുന്നു ഉപ്പുമുളകും താരമായ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വാഹനമോടിച്ച് ഒരു ലോട്ടറി ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും പിന്നീട് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും സിദ്ധാർത്ഥ് പ്രഭുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ജാമ്യത്തിൽ വിട്ടയച്ച സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ജീവിതം ഇനി കഷ്ടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയണം. കാരണം ആ ഒരു ലോട്ടറി ജീവനക്കാരൻ അന്തരിച്ചിരിക്കുന്നു എന്നാണ് വിവരം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ജാമ്യമില്ലാ വകുപ്പ് കൂടിയാണ്. ഒരു രാത്രിയിൽ പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമായിരുന്നു സിദ്ധാർത്ഥ് പ്രഭുവിന്. പക്ഷേ അതോടുകൂടി സിദ്ധാർത്ഥിന്റെ ജീവൻ തന്നെ മാറിയിരിക്കുകയാണ്. സംഭവം നടന്ന സമയത്ത് സിദ്ധാർത്ഥ് നാട്ടുകാരോട് തർക്കിക്കുകയും വഴക്കെടുക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നാട്ടുകാരും സിദ്ധാർത്ഥ് പ്രഭുവിനെ കിട്ടിയ അവസരം മുതലാക്കി പെരുമാറുകയായിരുന്നു. ഈ ഒരു സംഭവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിനി വീണ്ടും ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യത്തിലും സംശയം തന്നെയാണ്. എന്നാൽ അതേസമയം സിദ്ധാർത്ഥിനെ എങ്ങനെയെങ്കിലും ഉപ്പുമുളകിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള അഭ്യർത്ഥനയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.